ഹലോ ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം എൻ്റെ സ്വന്തം ഷോപ്പിലെയാണ്. ഞാൻ ഓൺലൈനായിട്ട് സ്റ്റോർ നടത്തുന്നുണ്ട്, റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു ഷൂട്ടിന് വേണ്ടി റെഡി ആവുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ്. പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഡാസ്ലറിൻ്റെ കാജൽ ടൈപ്പും യൂസ് ചെയ്യും. അത് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല, മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ വലിയ ഷൂട്ടൊന്നും ഇല്ലല്ലോ, എൻ്റെ സ്വന്തം പേജിലേക്കുള്ളതല്ലേ. അപ്പോൾ പിന്നെ അത്ര വലിയ ആർഭാടമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ഒരു മോയ്സ്ചറൈസറാണ്. അത് ടിൻറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യത്തില്ല. എനിക്ക് ഫൗണ്ടേഷനൊന്നും നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് ബ്ലെൻഡ് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. കൊള്ളാം. ഞാനങ്ങനെ ഡെയിലി യൂസ് ചെയ്യത്തില്ല, ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാനൊരു കാജൽ കണ്ണിൽ ഐലൈനറിന് മുമ്പ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനർ ഉപയോഗിച്ച് കണ്ണ് കുറച്ച് വാലക്കിയിട്ട്, ട്രഡീഷണൽ ലുക്ക് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നന്നായിട്ട് വാലക്കിയിട്ടാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഒരു മസ്കാരയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ടെപ്പോഴും മേടിച്ചതാണ്. അതുകൊണ്ട് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഫേസസ് കാനഡയുടെ ഒരു സ്ട്രോ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ്. ചീക്കിലും നോസ് അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഡാസ്ലറിൻ്റെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറുണ്ട്. സത്യത്തിൽ എനിക്ക് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടാണോ സ്ട്രോ ക്രീം ഇടേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങ് ഇട്ടുപോയതാണ്, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ അടുത്ത് സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ച ഒരു ബ്ലഷാണ്. സംഭവം കൊള്ളാം, അത്ര ഓവറായിട്ട് തോന്നത്തില്ല, ഒരു ലൈറ്റ് ഷെയ്ഡാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇതിപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്, നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞാനൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഔട്ട്ഫിറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഓൺലൈനായിട്ട് ഞാനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത പേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്, അതായത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്. ഓർണമെൻറ്റ്സും എൻ്റെ പേജിൽ തന്നെയാണ്. ഞാൻ റെൻറ്റും സെയിലും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഓർണമെൻറ്റ്സ് എടുത്താണ് ഞാനിന്ന് റെഡി ആകുന്നത്. മുടി ഞാൻ കെട്ടുന്നൊന്നുമില്ല, ഫ്രീ ഹെയർ ആയിട്ട് ഇടുവാണ്. ആദ്യം ഞാൻ ഈ ഡബിൾ ലെയർ ചോക്കർ വെച്ച് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്കെന്തോ ഹെവി ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി. പിന്നെ ഇത് രണ്ടും വെച്ച് ഞാനങ്ങ് പെയർ ചെയ്തു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.